അപ്പം ഞാനതിങ്ങനെ റോൾസ് റോയ്സ് ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ഒരു വൈറ്റ് ജി വാഗൺ മിററിൽ കാണാൻ തുടങ്ങി. അപ്പോൾ സ്പീഡിൽ വരുന്നുണ്ട്. എന്തായാലും അറബ്സ് ആയിരിക്കും, അവരെ വിട്ടുകൊടുക്കുന്നപ്പം സേഫ്. ഈ വണ്ടിക്ക് എന്തൊക്കെ വർക്ക് പറ്റിയാൽ എനിക്കത് വലിയ റിസ്ക് ആണ്. ചൂടാണുള്ളത്, കാറ്റ് തണുപ്പാണ്, അതേപോലെ തന്നെ സണ്ണ് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യും. ഏതൊരു വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സാക്ക് ഉപയോഗിക്കുന്ന വണ്ടിന്റെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പിസ്റ്റളാണ്, പുള്ളി ലോഡ് ചെയ്തിട്ടുള്ള പിസ്റ്റൾ. US മിലിറ്ററിയുടെ, US എയർഫോഴ്സിന്റെ ടെസ്റ്റിംഗ് ഏരിയാസ് ആണ്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊരു തമാശയായിട്ട് ഇവർ ലോ ചെയ്ത് പറക്കും. അങ്ങനെ താന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ടിൽ എല്ലാവരും എഴുന്നേറ്റും, ടെന്റൽ ഇളകും, അതിന്റെ ഫോഴ്സ് കാരണം. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയാലും പലരും വീണ്ടും പോകണമെന്നും നമ്മൾ നോക്കി കാണണം എന്ന് പറഞ്ഞൊരു രാജ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ജപ്പാനാണ്. ജപ്പാൻ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന്, നമ്മളെക്കാളും ഒരു 20 വർഷം മുന്നിലാരാന്ന് പറയും. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ 2 തവണ ജപ്പാനിൽ പോയിട്ടുണ്ട്. ആ 2 തവണ പോയപ്പോൾ ഇതേ അനുഭവമായിരുന്നുള്ളത്. അതിൽ എനിക്ക് പല കാര്യങ്ങളിലും ജപ്പാനെ മാതൃകയാക്കാൻ തോന്നിയിട്ടുണ്ട്. അതിലൊന്നാണ് അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളുകളാണ് പൊതുവെ ജപ്പാനീസ്. ഞാൻ ആദ്യമായിട്ട് ജപ്പാനിൽ പോയത് നിസാൻ കാർ കമ്പനീൻ്റെ കൂടെ ആയിരുന്നു. നിസാനിൽ പോയപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്, നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല. അവരന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് ഇന്ത്യയിലും വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പ്ലാന്റ് വിസിറ്റോ അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും വന്ന് നമ്മളെ ടാറ്റ പറഞ്ഞിട്ട് സി ഓഫ് ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞയക്കുള്ളൂ. അത് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ വെറുതെ ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകില്ല. നമ്മൾ ആ വണ്ടിയിലോ അല്ലെങ്കിൽ നടന്നു പോകുക എന്ത് ചെയ്യണമെങ്കിൽ അവരുടെ കാഴ്ചയിൽ നിന്ന് മറിയുന്നവരെ അവർ ടാറ്റ ചെയ്യുക. അതാണ് അവരുടെ ഒരു ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് എൻ്റെ ഭാര്യയും പിന്നീട് ജോയിൻ ചെയ്തിരുന്നു. ഞാൻ കഴിയുന്നത് അങ്ങനത്തെ ട്രിപ്പുകളിലെല്ലാം ആദ്യം ഞാൻ ഒഫീഷ്യലി പോയാൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ വൈഫ് വരും, നമ്മളങ്ങനെ ബാക്കി കണ്ടിന്യൂ ട്രിപ്പ്. അപ്പോൾ അന്ന് നമ്മൾ താമസിക്കുന്നത് ടോക്കിയോയിലാണ്. ടോക്കിയോ നരിട്ട എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റിലെത്തുക. പിന്നെ വൈഫിനെ കൂട്ടാൻ വേണ്ടി പോകുമ്പം ആദ്യം ഒന്നാമത് ഭാഷ നേരത്തെ ജർമ്മനിയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണമെന്നില്ല. പിന്നെ ബോർഡുകളെല്ലാം അധികം ഈ പറഞ്ഞ ജാപ്പനീസ് ഭാഷയിലുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്നും ഒരു ഡയറക്ഷനിൽ കിട്ടിയാൽ തെറ്റൂല, എന്നാലും നമ്മൾ ഒരു രീതി ഉണ്ട് രണ്ടാമതൊന്നും ചോദിച്ചു പോകാന്നുള്ളത്. ഞാൻ അവിടെ ടാക്സി എടുത്ത് സെൻട്രൽ സ്റ്റേഷൻ ഉണ്ട്, ടോക്കിയോ സെൻട്രൽ സ്റ്റേഷൻ. അവിടെയാണ് പല ട്രെയിനുകളും പല ബസ്സുകളും പിന്നെ ടാക്സി സ്റ്റാൻഡുള്ള തുടങ്ങുന്നതല്ല അവിടെയുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നെരേറ്റീവിലേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ആൾ എനിക്ക് ഡയറക്ഷൻ പറഞ്ഞു തന്നു. ഞാൻ പോകുന്ന വഴിയിൽ കുറച്ച് ഒരു 1.5 മണിക്കൂറിന് യാത്രകളുണ്ട്. കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വീണ്ടും ആ ക്യാഷ് കൊടുക്കുന്ന ക്യാഷ് കൗണ്ടറിലുള്ള ആളോട് ചോദിച്ചു നരിട്ട ബസ് എവിടെയാണ്. പുള്ളി ഞാൻ പെട്ടെന്ന് കണ്ടു 1 മിനിറ്റ് വളരെ ഒരു അവരുടെ രീതി ഭയങ്കര ഭവ്യതയിൽ സംസാരിച്ച് ഇങ്ങനെയുള്ള ആക്ഷനിൽ കാണിച്ച് പുള്ളി കൗണ്ടർ ക്ലോസ് ചെയ്ത് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളോട് അടുത്ത കൗണ്ടറിൽ നിൽക്കാൻ പറഞ്ഞ പുള്ളി കൗണ്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കൂടെ വന്നു. കാരണം അയാൾക്ക് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഞാൻ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കൂട്ടി നേരെ നരിട്ട ബസ്സിൻ്റെ ആ സ്റ്റോപ്പ് വരെ പോയി. അതും നേരെ പുറത്തല്ല, 1-2-3 മിനിറ്റ് നടന്നിട്ട് വേണം എനിക്ക് അവിടെ സ്ഥലത്തെത്താൻ. പുള്ളി അവിടെ കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു, ഈ ബസ് കയറിയാൽ മതി എന്നെല്ലാം കാണിച്ചു തന്ന് എനിക്ക് ബോവ് ചെയ്തു. അവരുടെ രീതിയിൽ വെൽക്കം ബായ് എല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോയി. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അയാൾക്ക് എനിക്ക് പറഞ്ഞുതരാം അല്ലെങ്കിൽ കാണിച്ചു തരാം, പക്ഷെ അയാൾ ആ കൗണ്ടർ ക്ലോസ് ചെയ്ത് വന്ന് എനിക്ക് കാണിച്ചത് എനിക്ക് വളരെ വലിയൊരു അത്ഭുതം തോന്നിയൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വൈഫിനെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ 2 ദിവസം അവിടെ നിന്നു, 3-5 ദിവസം നിന്നുണ്ട്. അപ്പോൾ അന്ന് ആ ദിവസങ്ങളിലെല്ലാം തന്നെ ആദ്യം 2 ദിവസം നമ്മളൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവിടെ ഫാമിലി. അവർ നമ്മൾ സേവനങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. വീണ്ടും അവിടെ നിന്നും ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു. ക്യോട്ടോ എന്ന് പറഞ്ഞാൽ പഴയ ടോക്കിയോ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കറിയാം കഥ. ഈ ഹിരോഷിമയും നാഗസാക്കിയെല്ലാം ബോംബെയും സമയത്ത് അന്നത്തെ ജനറൽ ക്യോട്ടോ ഞാൻ ഹണിമൂണിന് പോയ സ്ഥലമാണ്, അത് ബോംബെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. അവിടേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ എടുക്കാൻ പോയി. ഈ പറഞ്ഞ പോലെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻസ് എല്ലാം മൾട്ടിപ്പിൾ ഫ്ലോറിലാണ്, ഓരോ ഫ്ലോറും ഓരോ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിലെത്തി. ഞാൻ അവിടെ നിൽക്കുന്ന ലേഡീൻ്റെ അടുത്ത് ചോദിച്ചു ക്യോട്ടോയിലേക്കുള്ള ട്രെയിൻ ഇവിടെ തന്നെ അല്ലേ. അപ്പോൾ ഭാഗ്യത്തിന് ആ ലേഡിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അല്ല നോ ഇറ്റ്സ് നോട്ട് ഹിയർ, ഐ ഷോ യു എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എൻ്റെ കൂടെ വന്നു. അവിടുന്ന് 2 ഫ്ലോർ താഴെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണെന്നെല്ലാം പറഞ്ഞപ്പം അവർ ഇവിടെ ഋഷികേശിൽ വന്ന് യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കഥകളെല്ലാം പറഞ്ഞു. ഞങ്ങൾ താഴെ പോയി പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിൻ വന്നു. ബട്ട് ട്രെയിനിൽ കയറുമ്പം ഞാൻ കയറുന്നില്ല. നോ മൈ ട്രെയിൻ ഇസ് ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു.
അപ്പം പുള്ളിക്കാരുടെ ട്രെയിനിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ചോദിച്ചപ്പം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി 2 ഫ്ലോർ താഴെ വന്നു. ആ ഒരു 10-15 മിനിറ്റ് നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മളെ ട്രെയിനും കയറ്റി വിട്ടിട്ട് ആണ് അവർ പോകുന്നത്. ഞാൻ പറയും, ഇത്രയും മര്യാദ കാണിച്ചവരോട് നമ്മൾ എന്തായാലും മര്യാദ കാണിക്കണം. അവർ കാഴ്ചയെന്ന് പറയുന്ന നേരം ടാറ്റ പറയാം, ടാറ്റ പറഞ്ഞുകൊണ്ട് തന്നെ നിന്നു. അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരുള്ള സ്ഥലം കൂടിയാണ് ജപ്പാൻ. അതും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യം. നമ്മൾ നേരത്തെ ജാപ്പനീസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആതിഥ്യ മര്യാദ കാര്യത്തിലും അറബ്സ് ശരിക്കും പേരെടുക്കാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത ക്യാരക്ടർ ഉണ്ടെങ്കിലും ഒരു പൊതുവെ നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അറബ്സിൻ്റെ ഒരു നേച്ചർ. ഇഷ്ടപ്പെട്ട നക്കിക്കൊല്ല അല്ലെങ്കിൽ നെക്കിക്കൊല്ല എന്ന് പറയും. അപ്പോൾ എനിക്കുള്ള ഒരു അനുഭവമുണ്ട്, വളരെ ഒരു എന്താ പറയുക, ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടായിട്ടുള്ള ഒരു മീറ്റിംഗ്. ദുബായിൽ ഒരിക്കലും ഞാൻ റോൾസ് റോയ്സിൻ്റെ ഒരു ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് പോയതായിരുന്നു. റോൾസ് റോയ്സിന് ഒരു കളിൻ എന്ന് പറഞ്ഞ കാർ ഇറങ്ങി, അതൊരു SUV ആണ്. അപ്പോൾ അതിൻ്റെ SUV ആയതുകൊണ്ട് തന്നെ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിയിലായിട്ടുണ്ടാവും. ചൂടെന്ന് പറഞ്ഞ ശേഷം ഡെസേർട്ടിലേക്ക് പോകണം. അവിടെ ഹാഫ് ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, എക്സിറ്റ് 56 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഡെസേർട്ട് അല്ല, പക്ഷേ ഒരു ഭാഗത്ത് ഡെസേർട്ട് ഉണ്ട്, മറ്റു ഭാഗത്ത് റോഡ്സ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് നിന്നൊരു സ്ഥലമാണ്. അവിടെ മണ്ണ് എപ്പോഴും പൂഴിയിലുള്ളതുകൊണ്ട് ഒരിക്കലും വലിയ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ലാതുകൊണ്ട് അവർ വിട്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് ആൾക്കാർ ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഞാനതിങ്ങനെ റോൾസ് റോയ്സ് ഓടിച്ച് വരുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ഒരു വൈറ്റ് G-Wagon മിററിൽ കാണാൻ തുടങ്ങി. അപ്പോൾ സ്പീഡിൽ വരുന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും അറബ്സ് ആയിരിക്കും, അവരെ വിട്ടുകൊടുക്കുന്നപ്പം സേഫ്. കാരണം അവരവരുടെ രാജ്യമാണ്. പിന്നെ ഈ വണ്ടിക്ക് എന്തൊക്കെ വരക്ക് പറ്റിയാൽ എനിക്കത് വലിയ റിസ്ക്കുമാണ്. നമ്മളെല്ലാ ചിലവും ബൈക്കാരണം നടക്കുന്ന കാര്യമില്ല. ഈ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്യുന്നില്ല, എൻ്റെ പിന്നിൽ തന്നെ വരുന്നത്. അപ്പം ഞാൻ ഒന്ന് സൈഡാക്കിയപ്പം എൻ്റെ സൈഡിൽ വന്ന് നിർത്തി. സൈഡിൽ വന്ന് നിർത്തിയിട്ട് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്, മൻസൂർ എന്ന പേരെന്ന് പറഞ്ഞു, മൻസൂർ മാക്കി. പരിചയപ്പെട്ടു, എന്ത് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും റോൾസ് റോയ്സിൻ്റെ ഒരു അറ്റൻഷനിലാണ് എൻ്റെ അടുത്ത് വന്നത്, അല്ല നമ്മളെ കണ്ടിട്ടില്ല. പക്ഷെ വന്ന് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ഓട്ടോ ജേർണലിസ്റ്റാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞാൻ ഇവിടെ നിന്നിപ്പം ഷൂട്ട് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. സൺസെറ്റ് വരെ കുറച്ച് ഷൂട്ടുണ്ട്. കാരണം നമ്മുടെ മജ്ലിസ് ഉണ്ട് അവിടെ. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇവർ ഡെസേർട്ടിലിരിക്കുന്ന ചെറിയൊരു ഫാം ഹൗസ് പോലുള്ള സ്ഥലമാണ്. മജ്ലിസ് ഉണ്ട് അവിടെ. അപ്പം കാണിച്ചു തന്നു കുറച്ച് ദൂരത്ത്. സോ ആഫ്റ്റർ യു ഷൂട്ട് കം ദർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഐ വിൽ എക്സ്പെക്ട് യു, മൈ ഡാഡ് ആൻഡ് അങ്കിൾ ആ തീർന്നു. ഞാൻ ഫൈൻ, ഐ വിൽ ട്രൈ ടു കം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്പറും തന്നു. എൻ്റെ നമ്പറും വാങ്ങി. കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ചോദിച്ചു. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് കുറച്ചെല്ലാം ഈ അറബികളുടെ ഒരു ആതിഥ്യ മര്യാദ അറിയാം. എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞാൽ നമ്മൾ ഇനിയൊന്നും കാണാതെ പോകുന്ന മോശമാണ്, അവർക്കത് ഭയങ്കര ഒരു ഡിസ്റിഗാർഡാണ്, നമുക്കൊന്ന് കണ്ടേക്കാം പോകുന്നതിൻ്റെ മുന്നേ. വേറെ പുള്ളിയുടെ ഫോട്ടോ എടുത്താൽ ഞാൻ ഫ്രീ ആണ്, നമുക്ക് കാണാൻ പറഞ്ഞു. ഞാനും എൻ്റെ ബ്രദറിലും ഉണ്ട്, ആഷിഖുമറും ഇവനും ഉണ്ട്, കുനാലും. അപ്പോൾ ഞങ്ങൾ 3 പേരും അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇവരെ മജ്ലിസ് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ഡെസേർട്ട് കയറിയപ്പം വഴി മനസ്സിലാവില്ല. നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്താത്ത പോലെ, അത് വിട്ടുവിട്ട് പോകണ പോലെ തോന്നുന്നു. അപ്പം തന്നെ എനിക്ക് കോൾ വന്നു, കാരണം യു സ്റ്റേ വെയർ യു ആർ, ഐ വിൽ കം ആൻഡ് ഐ വിൽ ഗൈഡ് യു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നു, എന്നെ ഗൈഡ് ചെയ്ത് പോയി. അപ്പം ഈ ഡെസേർട്ടിൽ ഓടിക്കുന്ന രീതി തന്നെ ഉണ്ട്. നമ്മൾ ഒരു സ്ഥലം കണ്ട നേരെ പോയാലും എത്തൂല, ഇങ്ങനെ കറങ്ങി പോയാലും എത്തുള്ളൂ. ഞാൻ അവിടെ പോയി, അവിടെ എത്തിയപ്പോൾ മജ്ലിസിന് മുന്നിലെത്തി. പുള്ളി ഫാദർ ഉണ്ടായിരുന്നു അവിടെ, ആമീർ മാക്കി. അതേപോലെ തന്നെ അവരുടെ ബ്രദേഴ്സായിട്ടുള്ള 2 ആൾക്കാർ. അപ്പം സ്വാഭാവികമായിട്ടും പരിചയപ്പെട്ടു. ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ പ്രൊഫൈൽ നോക്കി, ഓട്ടോ ജേർണലിസ്റ്റ് ആണല്ലേ. അപ്പം ഇന്ത്യ എന്നെല്ലാം പറഞ്ഞു. വളരെ ഒരു ഫ്രണ്ട്ലി നേച്ചർ. അത് കഴിഞ്ഞ് ഞാൻ കരുതുന്ന പരിചയപ്പെട്ടു. മാക്സിമം സാധാരണ അവർ കാവ പ്രൊവൈഡ് ചെയ്യും, കാവ്യം കുടിച്ച് മടങ്ങാമെന്നാണ്. അപ്പോൾ കാവ്യം കുടിച്ചപ്പം സന്ധ്യാസമയപ്പോൾ മഗ്രിബ് പ്രയർ ആയപ്പിനോട് വെച്ചു നിസ്കരിക്കണമെന്ന് വെച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവരെ കൂടെ നിസ്കരിച്ചു. കുനാലോടെ വെയിറ്റ് ചെയ്തു. നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പം കുനാഫ, ഒരു സ്വീറ്റാണ് ഡെസേർട്ടായിട്ടുള്ള കുനാഫ സെർവ് ചെയ്തു. പിന്നെ അത് കഴിച്ചു. അവർ പറഞ്ഞ് എന്താ പ്ലാൻ എന്ന് വെച്ചു. കാരണം തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം. നോ, യു ആർ അവർ ഗസ്റ്റ്, യു ഹാവ് ടു ഹാവ് ഫുഡ് വിത്ത് അസ് എന്ന് പറഞ്ഞു. എല്ലാവരും നോ, നമുക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞു. നോ, അങ്ങനെ പോകരുത്, നിങ്ങൾ കുറച്ചെങ്കിലും കഴിച്ചിട്ടേ പോവാവും, അത് നമുക്ക് ഒരു സന്തോഷമാണത് പറഞ്ഞു. അപ്പോൾ 2-3 തവണ അത് നിർബന്ധം പറഞ്ഞപ്പം ഞാൻ നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞല്ലേ നമ്മൾക്ക് കഴിച്ചിട്ട് പോകാം, അതാണ് അതിൻ്റെ മര്യാദ. അവരത് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ഡിസ്റിഗാർഡാണ്, അവർക്കത് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ കാണുള്ളൂ എന്ന് പറഞ്ഞു. അവരും പറഞ്ഞു ഓക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. ഒരു വണ്ടി വന്ന് നോക്കുമ്പോൾ അവരെ വീട്ടിലെ കിച്ചണിന്നും ഫ്രഷായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. നോക്കുമ്പോൾ വലിയൊരു പാത്രം, അതിൽ ഈ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാലും നല്ല ഹോട്ടായിട്ടുള്ള എന്തോ ഫുഡാണെന്നുള്ള വന്നു. നമ്മൾ ടേബിളെല്ലാം നിരത്തി ഭക്ഷണത്തിൽ തുറന്ന് ശരിക്കും നല്ല ശരിക്കും ഫ്രഷ് ഫുഡിൻ്റെ പുകയെല്ലാം വന്ന് ബേസിക്കലി മന്തിയായിരുന്നു.
ചിക്കൻ മന്തി. അപ്പോൾ അവർ എന്തൊരു സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ഒരു നേച്ചർ വെച്ച് അവർ തന്നെ സെർവ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയറ് നിറഞ്ഞിട്ടും നമ്മൾ തീറ്റിച്ചുകൊണ്ടിരിക്കും. ശരിക്കുള്ള ആതിഥ്യ മര്യാദ എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ പുറമെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നെക്സ്റ്റ് ഡേയും വരാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ വെറുതെ ഒരു കാരണം പറയാം, എൻ്റെ സിസ്റ്റർ വീട്ടിലുള്ള ഡിന്നർ പ്ലാനില്ല, ബ്രിങ് ദം ഇൻ, ഫാമിലി ആയിട്ട് വരും, ഞാൻ എൻ്റെ ഫാമിലിനെയും കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞു. പക്ഷെ അന്നെനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഞാൻ ഒരു വർഷം പിന്നീട് കോൺടാക്റ്റിൽ നിന്നിരുന്നു. മെസ്സേജ് ചെയ്യും, ഇടയ്ക്ക് വിളിക്കും. and അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോയ സമയത്ത് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് കോൾ വന്നു, യു ആർ ഷൂട്ടിങ് ഹിയർ ബട്ട് നോട്ട് ഇൻഫോംഡ് അസ്. ഞാൻ പറഞ്ഞു ആക്ച്വലി ഇന്ന് വന്നിട്ടുള്ളൂ, ഐ വാണ്ടഡ് ടു കോൾ യു, ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് വിചാരിച്ചിരിക്കുക. ഓ യു ആർ ഹിയർ നോ, സോ വി ആർ ഗോയിങ് ടു ഹോസ്റ്റ് യു ടു നൈറ്റ്, കം വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറഞ്ഞ നമ്മളിന്ന് ഒരുപാട് പേരുണ്ട്, bring them all, we are happy to host you. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായത് എന്തായാലും വിടില്ല എന്നുള്ള. അത്തവണ നമ്മൾ പോയി, പിന്നീട് ഇപ്പോഴും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ആതിഥ്യ മര്യാദനെ കുറിച്ച് പറയുമ്പോൾ ഓരോ രാജ്യത്തിലും ഓരോ തരത്തിലുള്ള ആതിഥ്യ മര്യാദ ഉണ്ടാവും. ചിലത് നമുക്ക് പ്രകടമാവും, ചിലത് പ്രകടമാവില്ല. പക്ഷെ എല്ലായിടത്തും അവരുടേതായ രീതിയിലുള്ള കൾച്ചറൽ കണക്റ്റ് ഉണ്ടാവും. ഇത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. ഇന്നും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു അറബ് ഫാമിലിയാണത്. അപ്പോൾ ആ ഒരു രീതി നമ്മൾക്ക് അധികം ഉണ്ടാവണമെന്നില്ല. നമ്മളിവിടെ കാണുന്നത് എപ്പോഴും പുറത്തുള്ള ഒരാളെ നമ്മൾ ഒരു സംശയം കാണാൻ എപ്പോഴും കാണുള്ളൂ. പക്ഷെ അവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആരാണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം പരിചയമുണ്ടോയെന്ന് നോക്കാതെ തന്നെ ഇന്നും നല്ല ബന്ധം കീപ്പിണ്. പോയിട്ട് വിളിച്ചില്ലെങ്കിൽ സങ്കടം പറയും, പോയിട്ട് വിളിച്ചാൽ വളരെ സന്തോഷം. വേറെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നതിൽ കാണിക്കുന്ന വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സാധാരണ പറയാറുണ്ട് ഏതൊരാളും യാത്ര ചെയ്യുമ്പം അൾട്ടിമേറ്റ്ലി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് USA, അമേരിക്ക. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പോയി കഴിഞ്ഞപ്പം അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്ന. US-ലേക്ക് എനിക്ക് ആദ്യം തന്നെ വിസ കിട്ടിയിരുന്നില്ല. ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് B1 B2 വിസ ആണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എന്തിനാ പോകുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേൾഡ് കാർ അവാർഡ്സിൻ്റെ ജൂറി മെമ്പറാണ്. അപ്പോൾ ജൂറി റൗണ്ടിന് പോവാണ്, ഷൂട്ട് ചെയ്യാനുണ്ടാവും എന്നെല്ലാം പറഞ്ഞ പുള്ളി അപ്പം തന്നെ ഒന്നും പറയുന്നില്ല, റിജക്ട് ചെയ്ത്. ഒരു ലേഡി ആയിരുന്നു. എനിക്കൊരു ഫോം വന്ന് ചെക്കിട്ട് തന്നെ അപ്ലൈ ആക്കിയെന്നു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നമ്മളെ മീഡിയ ഫ്രണ്ട്സ് ബോംബെയിലും ഉള്ളവരോടെല്ലാം ചോദിച്ചും പറഞ്ഞു നമ്മൾക്ക് ആക്ച്വലി വിസ എന്ന് പറഞ്ഞിട്ടുള്ള വിസയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് മീഡിയ വിസ. കാരണം നമ്മൾ പോകുന്ന പേർപ്പസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് US-ൽ. അപ്പോൾ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റ വ്യത്യാസമുള്ള ബാക്കിയുള്ള വിസ 10 വർഷം കിട്ടുകയാണെങ്കിൽ വിസ 5 വർഷമേ കിട്ടുള്ളൂ. പക്ഷേ റിന്യൂവൽ കുഴപ്പമുണ്ടാവില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഞാനത് വീണ്ടും അപ്ലൈ ചെയ്തു. ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് കോവിഡ് വന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. പിന്നീട് അടുത്ത വർഷം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ വിസയും കിട്ടി. ഞാൻ ഫസ്റ്റ് US ട്രിപ്പിന് പോവാണ്. അപ്പോൾ ആദ്യം പോകുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട് US-നെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക ആശ്ചര്യത്തോടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന ഫസ്റ്റ് ഒരു ഡ്രൈവോട് കൂടി തന്നെയായിരുന്നു. W-കോട്ടിന് മുന്നേ നമ്മളൊരു കാലിഫോർണിയ സ്റ്റേറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ 2 ഇലക്ട്രിക് കാറായിട്ട് ഞങ്ങളും വേറെ 2 മീഡിയം ചേർന്നിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള NDTV-യും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേയും ചേർന്നിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വണ്ടിയെല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ബ്രദർഹുഡ് ഫീൽ ചെയ്യുന്നൊരു ഡ്രൈവ് ഉണ്ടായി. G-Wagon ഒരു ബ്രദർഹുഡ് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു G-Wagon ഓൺ ചെയ്യുന്നുണ്ട്. എൻ്റെ പുറമെ എൻ്റെ ഫ്രണ്ട് കുനാലും വലിയ G-Wagon ഫാനാണ്. അവനൊരു ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടും US-ലുണ്ട്. അവനും സാക്ക് എന്ന പേര്. സാക്കും ഒരു G-Wagon ഓണറാണ്. അദ്ദേഹത്തിൻ്റെ 3 G-Wagon ഉണ്ട് അന്ന്. ഇപ്പം കൂടുതലുണ്ട്. അന്ന് 3 വ്യത്യസ്ത G-Wagon ആയിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് ഒരു 3 ഡേ എക്സ്പെഡിഷൻ ആയിരുന്നു. ഡെത്ത് വാലി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേര് പോലെ തന്നെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഡെത്ത് വാലിയിൽ ഈ 3 G-Wagon ആയിട്ട് പോവാം, ഓഫ് റോഡ് ചെയ്യാം, ക്യാമ്പ് ചെയ്യാം, തിരിച്ചു വരാം. ഇതായിരുന്നു പ്ലാൻ. ഇപ്പോൾ ഡെത്ത് വാലിനെ കുറിച്ച് ഞാൻ ഒരുപാടൊന്നും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയെടുത്തോളം ഡെത്ത് വാലി എന്ന് പറഞ്ഞാൽ നവാഡ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റിലാണ്. പക്ഷെ നോക്കുമ്പോൾ അത് 3 സ്റ്റേറ്റിലാണ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. കാലിഫോർണിയ, നവാഡയും അതുപോലെ തന്നെ ഊട്ടാലും നിൽക്കുന്ന രീതിയിൽ ആണ് അതിൻ്റെ ഒരു കിടപ്പ്. ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്ററുള്ള വലിയൊരു ഏരിയ ആണ് ഡെത്ത് വാലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് 3 ഡേ പ്ലാൻ ഇട്ടു. ഈ 3 വണ്ടിയായിട്ട് പോകാൻ കരുതി.
അന്ന് 3-4 എക്സ്പീരിയൻസ് ആ ഒരു ട്രിപ്പിലുണ്ട്. അതിലൊന്ന്, ഞങ്ങളന്ന് ക്യാമ്പ് ചെയ്തു. ഫസ്റ്റ് ഡേ ഞങ്ങൾ രാത്രി ക്യാമ്പിംഗ് സൈറ്റിൽ പോയി 3 വണ്ടി വെച്ച് ടെൻ്റെല്ലാം ചെയ്ത് അവിടുന്ന് രാത്രി തന്നെ കുക്കെല്ലാം ചെയ്ത് കഴിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റു. ക്യാമ്പിൽ നിന്നെല്ലാം നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഈ ടെൻ്റെല്ലാം മടക്കി നമ്മൾ വണ്ടിയിൽ വെച്ചു. അങ്ങനെ സാക്ക് ഉപയോഗിക്കുന്ന വണ്ടീൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞപ്പം ഒരു ഗണ്ണാണ്, ഒരു പിസ്റ്റളാണ്, പുള്ളി ലോഡ് ചെയ്തിട്ടുള്ള പിസ്റ്റളാണ്. അപ്പോൾ അവിടെ അത് പ്രശ്നമുള്ള കാര്യമല്ല, കാരണം ലൈസൻസ് ഉണ്ടായാൽ നമുക്ക് ഉപയോഗിക്കാം, ലൈസൻസ് ഇല്ലെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരുകളുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമല്ല, ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ടാണുള്ളത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്, അതിലേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അതന്ന് വിൻ്റർ ആയിരുന്നു, വിൻ്റർ തുടങ്ങുന്ന സമയമാണ്. പക്ഷേ അതിൻ്റെ മേലെല്ലാം മഞ്ഞ് മൂടി ശരിക്കും സ്നോ ക്യാപ്പോട് കൂടിയാണ് നിന്നിരുന്നത്. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് റൂട്ട് പ്ലാനെല്ലാം പറഞ്ഞത് ബിഗ് മാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയതോടുകൂടിയിട്ട് നമ്മൾ ഡെത്ത് വാലിയുടെ എൻട്രിയിലെത്തി. എൻട്രി എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ടാർമാക്ക് റോഡുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡീവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള നെക്സ്റ്റ് 150 കിലോമീറ്റർ നമുക്ക് റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല. ഫുൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളും ചരളവും അല്ലെങ്കിൽ കല്ലോ എല്ലാം കൂടിയിട്ടുള്ള റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പാത്ത്, പക്ഷെ ഒരിക്കലും പേവ്ഡ് അല്ല. നമ്മൾ ഫുള്ള് ജെറക്ക് ചെയ്തിട്ട് ആണ് പിന്നുള്ള 3 ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. അത് നേരെ ക്ലൈംബ് ചെയ്യുന്ന 6500 ഫീറ്റ് ഹൈറ്റിലേക്കാണ്. കയറി പോകുമ്പോൾ തന്നെ ക്ലൈമറ്റെല്ലാം മാറി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം നല്ല സ്നോ ആവാൻ തുടങ്ങി. റോഡിലെല്ലാം സ്നോ ഉണ്ട്. അത്യാവശ്യം ഗ്രിപ്പെല്ലാം കുറഞ്ഞു. സ്നോയിൽ ഡ്രൈവ് ചെയ്യാൻ, ഐസിൽ ഡ്രൈവ് ചെയ്യാൻ കുറച്ചൊരു ചാലഞ്ചിങ് ആണ്. ഒരിക്കലും നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി നിൽക്കുക ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതിലൊരു വണ്ടി അന്ന് ഒരു സാക്കിൻ്റെ കൂടെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മെയ് വെതർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ തന്നെ ആയിരുന്നു, ഫോട്ടോഗ്രാഫറാണ്. പുള്ളി അത്ര എക്സ്പീരിയൻസ് അല്ല നമ്മളെ 3 ആളെ എത്ര. പുള്ളിയായിരുന്നു രണ്ടാമത്തെ വണ്ടി ഓടിച്ചു. പുള്ളി കുറച്ചും സ്കിഡെല്ലാം ആയി, പക്ഷെ കൺട്രോൾ ചെയ്തു, കുഴപ്പമില്ല പോയി. അത്രയും ഹൈറ്റിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങുന്നത് 50 ഡിഗ്രി ചൂടുണ്ടാകുന്ന സ്ഥലമാണ് സാധാരണ. അന്ന് വിൻ്റർ ആയതുകൊണ്ട് ഏകദേശം ഒരു 38-40 ഡിഗ്രിയാണ്. അവിടെ ആക്ച്വലി ഒരു സ്പ്രിംഗ് ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഉണ്ട്. ഹോട്ട് വാട്ടർ സ്പ്രിംഗ് എന്നൊരു വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഹോട്ട് വാട്ടർ, മിനറലൈസ്ഡ് വാട്ടർ. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് കുളിക്കും. ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്നു. ശരിക്കും അവിടെ പോയി ഒന്ന് അതിൽ ഇരുന്നു. ചൂടുവെള്ളമാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാറ്റടിക്കുന്ന തണുപ്പാണ്. അപ്പോൾ ചൂടാണുള്ളത്, കാറ്റ് തണുപ്പാണ്, അതേപോലെ തന്നെ സണ്ണ് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യും. ഏതൊരു വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കും പൊള്ളാൻ തുടങ്ങി. അത്രയും ഒരു ചൂടാണ് പെട്ടെന്ന് കിട്ടുന്നത്. വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്ത് അത് ഡെത്ത് വാലിയുടെ സെൻറ്ററിലെത്തി. സെൻറ്റർ വലിയൊരു ലേക്ക് ഉണ്ട്. അത് ഡ്രൈ ആയി പോവും, പിന്നെ അത് വെള്ളമാവും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലേക്ക്. അപ്പോൾ ആ സമയത്ത് കുറച്ച് വെള്ളമുണ്ട്, കുറേ ഭാഗം ഡ്രൈ ഉണ്ട്. അതിൻ്റെ എൻഡ് വരെ പോയി അന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ സൺ സെറ്റായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, മിഡ് നൈറ്റായി. നമ്മൾ ഒരു പോയിന്റിലെത്തി ക്യാമ്പിംഗ് സൈറ്റ്. ക്യാമ്പിംഗ് സൈറ്റിൽ നമുക്ക് നിൽക്കാം, അല്ലാത്തടത്ത് നമ്മൾ നിർത്താൻ പറ്റില്ല, അത് അവിടുത്തെ റൂളാണ്. അവിടെ നിർത്തിയ സമയത്ത് ഏകദേശം കുറച്ച് ലേറ്റായിട്ടാണ് എത്തുന്നത്. പക്ഷെ നമ്മൾ കഴിക്കാത്തതുകൊണ്ട് അന്ന് ഇത് പറഞ്ഞ പോലെ ബാർബിക്യൂലും ചെയ്തു, കഴിച്ചു. രാവിലെ ഒരു വേക്കപ്പ് കോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അത് മാവിക് മൂവികളുണ്ട് ടോം ക്രൂസിൻ്റെ, അതെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും. അതിൽ പ്ലെയിനിൽ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് അവിടെ. ഇവരുടെ US മിലിറ്ററിയുടെ, US എയർഫോഴ്സിൻ്റെ ടെസ്റ്റിംഗ് ഏരിയാസാണ്. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ചൊരു തമാശയായിട്ട് ഇവർ ലോ ചെയ്ത് പറക്കും. ക്യാമ്പ് ചെയ്യുന്നവർക്ക് അത് കാണാനും ഇഷ്ടം. ബേർഡ് വാച്ച് എന്നാണ് സ്ഥലത്തിന് പറയാം. ബേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഫൈറ്റർ പ്ലെയിൻസാണ്. അപ്പം അങ്ങനെ താന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടിൽ എല്ലാവരും എഴുന്നേറ്റ് പോകും. ചിലപ്പോൾ ക്യാമ്പെല്ലാം ഇളകും, ടെൻ്റെല്ലാം ഇളകും അതിൻ്റെ ഫോഴ്സ് കാരണം. അപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്തെത്തി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ടെന്നിന്ന് പുറത്തിറങ്ങിയപ്പം ശരിക്കും താടി ഇങ്ങനെ അടിക്കുന്ന മാതിരി തണുപ്പാണ്. തണുപ്പ് മാത്രമല്ല, പൊടിക്കാറ്റ്. അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും മങ്കി ക്യാപ്പിലിട്ട് ഇങ്ങനെ ചെറിയ ഭാഗം വെച്ചിട്ട് കുറേ നേരം ആ പൊടിക്കാറ്റെല്ലാം കഴിഞ്ഞ ശേഷമാണ് സ്കൈ എല്ലാം ക്ലിയർ ആയി. അപ്പോഴേക്കും ഞാൻ വണ്ടിൻ്റെ മേലെ ടെൻറ്റ് കയറിയിരുന്നു. എന്നാൽ താഴത്തെ ടെൻറ്റ് നിൽക്കുന്നില്ല, പാറിപ്പോണം. അതിൻ്റെ ഒരു കല്ലെല്ലാം വെച്ച് അവിടെ നിർത്തി അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ക്ലിയർ ആയതിൻ്റെ ശേഷം മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്ത് വരുമ്പം ശരിക്കും ആ സൈറ്റ് കണ്ടു. നമ്മൾ ഈ എയർഫോഴ്സ് മൂവീസിലെല്ലാം കാണുന്ന പോലെ ഇച്ചിരി ദൂരത്തുനിന്നേ വന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് 2 ഫൈറ്റേഴ്സ് പോകുന്നു. ഒരു ഷോട്ട് നമുക്ക് എടുക്കാനും പറ്റി. 2-3 തവണ കണ്ടു. ഭയങ്കര സൗണ്ടും ഫീലായിരുന്നു. അപ്പോൾ ഈ ഡെത്ത് വാലിയുടെ ഒരു എൻഡിലാണ് ഈ എയർഫോഴ്സും മിലിറ്ററിയെല്ലാം പല ബോംബിങ്ങും ടെസ്റ്റിങ്ങെല്ലാം ചെയ്യും. അങ്ങോട്ട് നമ്മളെ പോകാൻ വിടില്ല. അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ സാധാരണ പറയുന്ന ഈ ഏലിയൻസിനെ കണ്ടു എന്നുള്ളവർ പറയും. ഏരിയ 56 എന്നെല്ലാം പറയുന്ന US ഏരിയ, അത് നവാഡ ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ ഇതെല്ലാം ഡെത്ത് വാലിൻ്റെ ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ പോയി. അവിടെ ഒരു ലാസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെല്ലാം ശരിക്കും വളരെ ഒരു എന്താ പറയുക, കൗബോയ് വെസ്റ്റേൺ, വൈൽഡ് വെസ്റ്റേൺ ഫീലുള്ള ഒരു അനുഭവം കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ക്യാമ്പ് ചെയ്ത് 3ാമത്തെ ദിവസം നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകുമ്പം ഓഫ് റോഡ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, പല വണ്ടിയിലും ചെയ്തിട്ടുണ്ട്.
പക്ഷെ വണ്ടിയിലും അത് ഓഫ് റോഡും ചെയ്തതിനേക്കാളേറെ ശരിക്കും ഒരു ബ്രദർഹുഡിൽ ചെയ്തൊരു ഓഫ് റോഡിങ്, അതും തന്നെ ലോകത്ത് നിന്ന് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ ഏറ്റവും മികച്ച വണ്ടികളിൽ ചെയ്യാൻ പറ്റി. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓട്ടോമോട്ടീവ് എക്സ്പീരിയൻസിൽ ഒന്നെന്ന് പറയാവുന്ന ഒന്നാണിത്. ഞാനൊരു ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റാണ്. പക്ഷേ ജേർണലിസ്റ്റ് എന്ന ഉപരി എനിക്കൊരു ഉള്ളിലുള്ള യാത്രികനെ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നാറുണ്ട്. യാത്രികൻ എന്ന് പറയുമ്പം വെറും സ്ഥലം കാണാൻ മാത്രമല്ല, ഒരു സ്ഥലത്ത് പോയാലും അവിടെ ആളുകളെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഈ യാത്രയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം വന്നിട്ടുള്ളത്. ഒരുപാട് ലോങ് കാണുന്നതോറും നമ്മൾ ഒരുപാട് പൊലൈറ്റ് ആവുകയും കുറച്ചുകൂടി ബ്രൈറ്റർ ആവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ യാത്ര ചെയ്യണം, കണ്ണ് തുറന്നിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, രസകരമായിട്ടുള്ളതും മോശമായിട്ടുള്ളതും എല്ലാം ഉണ്ടാവും. ഇതൊന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വിൽ ബി എ ബെറ്റർ പേഴ്സൺ. സോ ട്രൈ ടു ട്രാവൽ. എന്തായാലും എന്നെ എത്ര നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ സഫാരി TV തന്ന ചാൻസിനും നന്ദി.